Medical and Research Center, a unit of Trichur Heart Hospital Limited, first NABH accredited hospital in Thrissur. ഹരിയാന ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് തന്നെയാണ് ഇറങ്ങുന്നത്. ആർക്കൊപ്പമാണ് ഇനി ഹരിയാനയും ജമ്മു കാശ്മീരും എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് നിലനിൽക്കുന്നത്. ഇരു സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കൃത്യം 8 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു. 30 മിനിറ്റ് പിന്നിടുമ്പോൾ കോൺഗ്രസ് ആണ് കൂടുതൽ കുതിപ്പോടെ മുന്നേറുന്നത് എന്നറിയാൻ സാധിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നിതിൻ പ്രഭാകരനും അതുല്യ രാമചന്ദ്രനും നൽകുന്നുണ്ട്. അതുല്യ, എങ്ങനെയാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ? തീർച്ചയായും ഹരിയാനയിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിച്ചതുപോലെ ഹരിയാനയിൽ കോൺഗ്രസിന്റെ മുന്നേറ്റം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഹരിയാനയിൽ സമാനതകളില്ലാത്ത തിരിച്ചടി BJPക്ക് നേരിടുന്നു. 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം BJPയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. BJPയെ പിടിച്ചുലച്ചിരിക്കുന്നു. ഗോദയിൽ ഗുസ്തിത്താരങ്ങളുടെ തട്ടകത്തിൽ ഹരിയാനയിൽ BJPക്ക് അടിപതറിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ആദ്യ അരമണിക്കൂർ വോട്ടെണ്ണൽ പിന്നിടുമ്പോൾ പറയാൻ സാധിക്കുന്നു. ഹരിയാനയിൽ സമാനതകളില്ലാത്ത തിരിച്ചടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള BJPയുടെ താരപ്രചാരകർ, കങ്കണ റാവത്ത് ഉൾപ്പെടെയുള്ള BJPയുടെ താരപ്രചാരകർ വന്ന് കാടിളക്കി പ്രചരണം നടത്തിയ ഹരിയാനയിൽ BJPക്ക് അടിപതറിയിരിക്കുന്നു. അശോക് ഗെഹ്ലോട്ട് എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ, രാഷ്ട്രീയ ചാണക്യനെ ഹരിയാനയുടെ നിരീക്ഷകനായി മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച കോൺഗ്രസ് നടത്തിയ നീക്കം, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ എല്ലാ പടലപ്പിണക്കങ്ങളും മാറ്റിമറിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അശോക് ഗെഹ്ലോട്ടിന്റെ ചാണക്യതന്ത്രങ്ങളും ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ ചാണക്യതന്ത്രങ്ങളും ഒത്തുചേർന്നപ്പോൾ കോൺഗ്രസ് ഹരിയാനയിൽ മികച്ച മുന്നേറ്റം. 49 സീറ്റിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. 21 സീറ്റിൽ BJP, JJP 7 സീറ്റിലും INLD 2 സീറ്റിലും ലീഡ് ചെയ്യുകയാണ്. ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം 36 സീറ്റിൽ വ്യക്തമായി ലീഡ് നില ഉയർത്തുന്നു. BJP 28 സീറ്റിൽ, PDP 4 സീറ്റിലും മറ്റുള്ളവർ 11 സീറ്റിലും ലീഡ് ചെയ്യുകയാണ്. ഹരിയാന തന്നെ എടുത്തു പരിശോധിക്കുമ്പോൾ കർഷക സമരത്തിൽ പ്രസക്തരായ അല്ലെങ്കിൽ കർഷകരുടെ കണ്ണീര് വീണ ഹരിയാനയുടെ മണ്ണ്, വിവാദമായ കാർഷിക നിയമം പിൻവലിക്കാൻ ഹരിയാനയുടെ മുക്കിലും മൂലയിലും ആഞ്ഞടിച്ച കർഷക സമരം, കർഷകരെ അപമാനിച്ച BJPക്ക് കർഷകരുടെ ഹൃദയഭൂമിയിൽ അവർ തന്നെ തിരിച്ചടി നേരിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കർഷകർ തിരിച്ചടി നൽകിയിരിക്കുന്നു. ഗുസ്തി താരങ്ങളുടെ കണ്ണീര് വീണ് കലങ്ങിയ മണ്ണിൽ ഗുസ്തി താരങ്ങൾ മത്സരിച്ച, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ഗുസ്തി താരങ്ങൾ ജനവിധി തേടിയ ഹരിയാനയുടെ മണ്ണിൽ അഗ്നിവീർ സമരം കൊടുമ്പിരി കൊണ്ട ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അഗ്നിവീർ പദ്ധതിയിലേക്ക് വലിയ സമരം, അഗ്നിവീർ പദ്ധതിക്കെതിരെ വലിയ സമരം ആഞ്ഞടിച്ച ഹരിയാനയിൽ ഉദ്യോഗാർത്ഥികളും കർഷകരും യുവാക്കളും BJPയെ കൈവിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പരമ്പരാഗതമായി BJPക്ക് അനുകൂലമായിരുന്ന ജാട്ട് വോട്ടുകളും ബ്രാഹ്മണ വോട്ടുകളും ദളിത് വോട്ടുകളും ഇത്തവണ BJPയെ കൈവിട്ടിരിക്കുന്നു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 2014-ലും 2019-ലും BJPയുടെ താമര വിരിഞ്ഞ ഹരിയാനയിൽ ഇത്തവണ താമര വാടിയിരിക്കുന്നു. ഹരിയാനയിലെ ജനങ്ങൾ കോൺഗ്രസിന്റെ കരം പിടിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ലീഡ് നില 53 സീറ്റിൽ കോൺഗ്രസ് ഹരിയാനയിൽ ലീഡ് ചെയ്യുന്നു. 24 സീറ്റിൽ BJPയും INLD 2 സീറ്റിലും JJP 7 സീറ്റിലും ലീഡ് ചെയ്യുന്നു. JJP കഴിഞ്ഞ തവണ BJPക്കൊപ്പം മത്സരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ ഇത്തവണ തനിച്ച് മത്സരിക്കുമ്പോൾ അതുകൂടി BJPക്ക് തിരിച്ചടിയായി എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ജമ്മു കാശ്മീരിൽ 36 സീറ്റിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും 28 സീറ്റിൽ BJPയും 4 സീറ്റിൽ PDPയും മറ്റുള്ളവർ 11 സീറ്റിലും, മറ്റുള്ളവർ എഞ്ചിനീയർ റാഷിദ് ഉൾപ്പെടെയുള്ളവർ ജനവിധി തേടിയ ജമ്മു കാശ്മീരിൽ അവർ കരുത്തു കാട്ടുമ്പോൾ PDP തങ്ങളുടെ പഴയ രാഷ്ട്രീയ സ്വാധീനം BJPക്കില്ല എന്ന് തന്നെയാണ് കാശ്മീർ നമുക്ക് വ്യക്തമാക്കുന്നത്. CPM നേതാവ് മുഹമ്മദ് തരിഗാമി അവിടെ ലീഡ് ചെയ്യുന്നു. കുൽഗാമിൽ മുഹമ്മദ് യൂസഫ് തരിഗാമി ലീഡ് ചെയ്യുന്നു എന്ന് നമുക്ക് ഇപ്പോൾ അവിടുത്തെ ലീഡ് നില പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. ഹരിയാനയിൽ BJP തകർന്നടിയുകയാണ്. ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ ആഞ്ഞടിക്കുന്നു. 57 സീറ്റിൽ ഹരിയാനയിൽ BJP മുന്നേറുകയാണ്. അതുല്യ, കശ്മീരിന്റെ കാര്യത്തിൽ നേരത്തെ JJPയുടെയും BJPയുടെയും സഖ്യത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് PDPയുടെയും നിലവിൽ കശ്മീരിലെ അവസ്ഥ. PDP ഇപ്പോഴും 4 സീറ്റിൽ മാത്രം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അടക്കമുള്ള അതേഴ്സ് എന്ന് പറയുന്നത് 11 സീറ്റുകളിലേക്ക് അവരുടെ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും സ്വതന്ത്ര ശക്തികൾ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജമ്മു കശ്മീർ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ ഒരു നിർണായക ശക്തിയായി മാറുന്ന കാഴ്ചയാണ് ജമ്മു കശ്മീർ അല്ലെങ്കിൽ കശ്മീർ താഴ്വരയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നേരത്തെ നിതിൻ സൂചിപ്പിച്ചതുപോലെ
തന്നെ എഞ്ചിനീയർ റാഷിദിന്റെ അവാമി ഇത്തിഹാദ് പാർട്ടിയും അവരുടെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം 5 വർഷത്തേക്ക് കൂടി സർക്കാർ നീട്ടിയതോടെ ജമാഅത്തെ ഇസ്ലാമി അവാമി ഇത്തിഹാദ് പാർട്ടിയുമായ ഒരു സഖ്യം രൂപീകരിക്കുകയും അവരുടെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയുമായിരുന്നു. ഇപ്പോൾ ആ ഒരു സഖ്യത്തിന് അല്ലെങ്കിൽ ആ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 11 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ജമ്മു കശ്മീരിന്റെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ജമ്മു കശ്മീരിന്റെ നിലവിലെ ആ ഒരു രാഷ്ട്രീയ അസ്ഥിരതയിലെല്ലാം ഈ സ്വതന്ത്ര ശക്തികളുടെ ആ ഒരു പ്രഭാവം വളരെ വലിയൊരു നിർണയത്തിന് കാരണമാകുന്നുണ്ട് എന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ജമ്മു കശ്മീരിൽ ഇപ്പോൾ കോൺഗ്രസ് 38 സീറ്റുകളിലേക്ക്, കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം 38 സീറ്റുകളിലേക്ക് ലീഡ് നില ഉയർത്തിയിരിക്കുകയാണ്. അതേസമയം BJP 28 സീറ്റുകളിലും PDP 5 സീറ്റുകളിലും തുടരുന്നു. ഹരിയാനയിൽ കോൺഗ്രസ് 60 സീറ്റുകളിൽ ലീഡ് ഉയർത്തിയിരിക്കുന്നു. അതേസമയം BJPയുടെ ലീഡ് ഇപ്പോൾ വെറും 17 സീറ്റുകളിൽ മാത്രമാണ്. 3 ഇരട്ടിയും കടന്ന് 4 ഇരട്ടിയും കടന്ന് ഭൂരിപക്ഷം അല്ലെങ്കിൽ ആ ഒരു അന്തരം പോയിരിക്കുന്നു. BJP വെറും 17 സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ ലീഡ് 60 സീറ്റുകളിലാണ്. JJP 7 സീറ്റുകളിലും INLD 2 സീറ്റുകളിലും നിൽക്കുന്നു. ഹരിയാനയിൽ ഇത്ര വലിയ ഒരു തിരിച്ചടി ഒരുപക്ഷെ BJPയും പ്രതീക്ഷിച്ച് കാണില്ല. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ പോലും അല്ലെങ്കിൽ കോൺഗ്രസിനൊരു മുന്നേറ്റം, ഇന്ത്യ സഖ്യത്തിനൊരു മുന്നേറ്റം പ്രവചിച്ചപ്പോൾ പോലും BJP ഇത്ര വലിയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചു കാണില്ല. പ്രത്യേകിച്ചും 10 വർഷത്തെ ഒരു ഭരണം അല്ലെങ്കിൽ തുടർച്ചയായി 2 തവണ തുടർഭരണം കിട്ടിയതിൻ്റെ ആ ഒരു ആത്മവിശ്വാസത്തിൽ അവർ തിരിച്ചടി നേരിടുമെന്ന് കരുതുമ്പോഴും സഖ്യശക്തികളെയും അതുപോലെ തന്നെ ചെറു പാർട്ടികളെയും ഘടകങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് കോൺഗ്രസിന്റെ പ്രതിരോധം തീർക്കാം എന്നൊരു ചർച്ചയിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ ബാക്കിയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും സഖ്യകക്ഷികളെയും എല്ലാം കൂടെ കൂട്ടിയാൽ പോലും ഹരിയാനയിൽ കോൺഗ്രസിനെ മലർത്തിയടിക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഹരിയാനയിലെ ഭൂരിപക്ഷം പോകുന്നത്. കോൺഗ്രസ് 60 സീറ്റുകളിൽ കൃത്യമായ രീതിയിൽ തന്നെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. മുന്നേറ്റം എന്നും പറഞ്ഞാൽ പോരാ, ഒരു അട്ടിമറി എന്ന രീതിയിൽ തന്നെ വേണം പറയാൻ. 10 വർഷത്തെ BJPയുടെ ആ അധികാരത്തെ അല്ലെങ്കിൽ ആധിപത്യത്തെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് 60 സീറ്റുകളിൽ കൃത്യമായി ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. ഹരിയാനയിൽ നേരത്തെ നിതിൻ പറഞ്ഞതുപോലെ തന്നെ രൺദീപ് സുർജേവാലയുടെ മകൻ ആദിത്യ സുർജേവാല അടക്കമുള്ളവർ മത്സരിക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ മുന്നിലാണ്. എന്നാൽ അതേസമയം കൃത്യമായ പാരമ്പര്യമുള്ള സ്ഥിരം മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന BJPയുടെയും JJPയുടെയും സ്ഥാനാർത്ഥികൾ പോലും വളരെയധികം പിന്നിലാണ്. BJP സഖ്യത്തിലാണ് കഴിഞ്ഞ സർക്കാർ ഉണ്ടായിരുന്നത്. അതിൽ BJPയുടെ ഉച്ചാന കാലനിൽ നിന്നുള്ള MLAയും ഡെപ്യൂട്ടി മിനിസ്റ്ററുമായിരുന്ന ദുഷ്യന്ത് ചൗട്ടാല ഇപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പിന്നിലാണ് എന്നുള്ളത് ഈ ഒരു സഖ്യത്തിൽ നിന്ന് പിന്മാറിയത് BJPയെ പോലെ തന്നെ JJPക്കും ഒരു തിരിച്ചടിയാണ്. BJPക്ക് മാത്രമല്ല അതിൻ്റെ ഒരു JJPയുമായുള്ള സഖ്യത്തിൽ നിന്ന് മാറിയത് BJPക്ക് മാത്രമല്ല JJPയുടെ വോട്ട് പോകുന്നതിനും ഒരു കാരണമായിട്ടുണ്ട് എന്ന് തന്നെ വേണം ഇപ്പോൾ കരുതാൻ. തീർച്ചയായും ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം 40 സീറ്റുകളിലേക്ക് എത്തിയിരിക്കുന്നു. BJP 29, PDP 5, മറ്റുള്ളവർ 11. ജമ്മു കാശ്മീരിൽ തിരക്കിട്ട് നീക്കം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടക്കുന്നു. ഏതെങ്കിലും തരത്തിൽ കേവല ഭൂരിപക്ഷം നേടാൻ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് കഴിഞ്ഞില്ലെങ്കിൽ PDPയെ ചേർത്ത് പിടിക്കാനുള്ള ചർച്ചകൾ, അനൌദ്യോഗിക ചർച്ചകൾക്ക് ഡൽഹി കേന്ദ്രീകരിച്ച് തുടക്കം കുറിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാർത്ത പുറത്തു വരുന്നത്, ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഹരിയാനയിൽ കോൺഗ്രസിന്റെ ലീഡ് 72 പിന്നിട്ടിരിക്കുന്നു. 72 സീറ്റിൽ കോൺഗ്രസും BJP 14 സീറ്റിലും മറ്റുള്ളവർ 3 സീറ്റിലും ലീഡ് ചെയ്യുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക സൈറ്റിൽ പറയുന്നത് 63 സീറ്റിൽ കോൺഗ്രസ്, 17 സീറ്റിൽ BJP, INLD 3 സീറ്റിൽ, JJP 4 സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്നാണ്. ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ഭരണത്തിലേക്ക് എന്ന് തന്നെ നമുക്ക് ഈ നിമിഷം പറയാൻ സാധിക്കും. 40 സീറ്റുകളിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ലീഡ് ചെയ്യുന്നു. 29 സീറ്റിൽ BJPയും 5 സീറ്റിൽ PDPയും മറ്റുള്ളവർ 11 സീറ്റിലും ലീഡ് ചെയ്യുന്നു. ഹരിയാനയിൽ കർഷകരുടെ കണ്ണീർ വീണ് കുതിർന്ന ഹരിയാനയുടെ മണ്ണിൽ, ഗുസ്തി താരങ്ങൾ വലിയ സമരം നടത്തിയ ഹരിയാനയുടെ മണ്ണിൽ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ച അഗ്നിവീർ പ്രക്ഷോഭത്തിന് മുന്നിൽ ഹരിയാനയിൽ BJP സർക്കാർ നിലം പതിച്ചിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരത്തിന് മുന്നിൽ BJPക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പ്രചരണത്തിനെത്തി. പാർട്ടിക്കകത്തെ ആഭ്യന്തര പ്രശ്നവും വിമതശല്യവും പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പ്രചരണത്തിനെത്തി. ആവനാഴിയിലെ അവസാന അസ്ത്രമായ ഹിന്ദുത്വ രാഷ്ട്രീയം പുറത്തെടുത്ത ഹരിയാനയിൽ BJPക്ക് അടി പതറിയിരിക്കുന്നു. ഹരിയാനയിൽ കോൺഗ്രസിന്റെ വ്യക്തമായ മുന്നേറ്റം. 71 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. 15 സീറ്റിൽ BJPയും 4 സീറ്റിൽ മറ്റുള്ളവരും. രാഷ്ട്രീയ ഗോതയിൽ ജുലാന മണ്ഡലത്തിൽ ജനവിധി തേടിയ വിനേഷ് ഫോഗട്ട്
ഒളിമ്പിക്സ് വേദിയിൽ ഇന്ത്യയുടെ കണ്ണീരായി മാറിയ വിനേഷ് ഫോഗട്ട്, കോൺഗ്രസിന്റെ കരം പിടിച്ച തെരഞ്ഞെടുപ്പ് രംഗത്തേക്കെത്തിയ വിനേഷ് ഫോഗട്ട് ജുലാന മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയ മണ്ഡലത്തിൽ വിനേഷ് ഫോഗട്ട് ഇത്തവണ വ്യക്തമായ മുന്നേറ്റം നടത്തുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് കൊടുങ്കാറ്റിൽ ഹരിയാനയിൽ BJP കടപുഴകിയിരിക്കുന്നു. കോൺഗ്രസ് ആഞ്ഞടിച്ചിരിക്കുന്നു ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക്, ഹരിയാനയിലെ രാഷ്ട്രീയത്തിലേക്ക്. 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് തിരിച്ചു വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അലിയൊലികൾ അവസാനിക്കുന്നതിന് മുമ്പ് നടന്ന 2 തെരഞ്ഞെടുപ്പിലും 2 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും ഹരിയാനയിൽ കോൺഗ്രസ് തനിച്ചും ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും അധികാരത്തിലേക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. ഹരിയാനയിൽ കാശ്മീരിൽ PDPയെ കൂടി ചേർത്ത് പിടിക്കാനുള്ള രാഷ്ട്രീയ നീക്കം കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നു. ഹരിയാനയിൽ ആരുടെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം കടന്നിരിക്കുകയാണ് കോൺഗ്രസ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി അപ്രസക്തമായിരിക്കുന്നു. പഞ്ചാബിന് പുറമെ, ഡൽഹിക്ക് പുറമെ ഹരിയാനയിലും കറുത്ത കുതിരകളാകാമെന്ന ആം ആദ്മി പാർട്ടിയുടെ എല്ലാ പ്രതീക്ഷകളും തകിടം മറച്ചുകൊണ്ട് ഹരിയാനയിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതെ ആം ആദ്മി പാർട്ടി മുട്ടുമടക്കിയിരിക്കുന്നു. ഹരിയാനയിൽ കോൺഗ്രസും 89 സീറ്റിൽ കോൺഗ്രസും ഒരു സീറ്റിൽ CPIM-ഉം സഖ്യമായി മത്സരിച്ച ഹരിയാനയിൽ കോൺഗ്രസ് വ്യക്തമായ മുന്നേറ്റം, കോൺഗ്രസിന്റെ തേരോട്ടം ഹരിയാനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം 40 സീറ്റുകളിൽ മുന്നേറുകയാണ്. 29 സീറ്റിൽ BJP-യും 11 സീറ്റിൽ മറ്റുള്ളവരും 5 സീറ്റിൽ PDP-യും. ഏതെങ്കിലും കാരണവശാൽ കേവല ഭൂരിപക്ഷം ജമ്മു കാശ്മീരിൽ ലഭിച്ചില്ലെങ്കിൽ PDPയെ കൂടി ചേർത്ത് പിടിക്കാനുള്ള രാഷ്ട്രീയ നീക്കം ഇതിനകം ആരംഭിച്ചു എന്നാണ് ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത. അതുല്യ, ഹരിയാനയിൽ ഒരു മണ്ഡലത്തിന്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു മണ്ഡലം കൂടിയുണ്ട്. നമ്മൾ നേരത്തെ കശ്മീരിൽ CPIM-ന്റെ മുഹമ്മദ് യൂസഫ് തരിഗാമി മുന്നിലാണെന്ന് സൂചിപ്പിച്ചപ്പോൾ തന്നെ ഹരിയാനയിലെ ഭിവാനി മണ്ഡലത്തിൽ CPM-ന്റെ ഓം പ്രകാശ് മുന്നിലാണ്. അല്ലെങ്കിൽ ഓം പ്രകാശ് തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ കൃത്യമായ രീതിയിൽ ഒരിക്കൽ പോലും താഴേക്ക് പോകാതെ തന്നെ ഓം പ്രകാശ് ഭിവാനി മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നുണ്ട് എന്നതാണ്. ഒരു മണ്ഡലത്തിലെങ്കിലും ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ 2 മണ്ഡലത്തിലെങ്കിലും, 2 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ 2 മണ്ഡലങ്ങളിലെങ്കിലും CPIM ലീഡ് ചെയ്യുന്നു എന്നത് ശ്രദ്ധിക്കപ്പെടാതെ പോകേണ്ട ഒരു വാർത്തയല്ല എന്നുള്ളതാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വ്യക്തമായ മേൽക്കോയ്മ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് കർഷക മേഖലകളിലടക്കം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് CPI-ക്കും CPIM-നും CPI-ML-നും അടക്കം കൃത്യമായ മേൽക്കോയ്മ ഉണ്ടായിരുന്ന പല മണ്ഡലങ്ങൾ ഹരിയാനയിൽ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ആ മേൽക്കോയ്മയ്ക്ക്, അല്ലെങ്കിൽ ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ചില അപജയങ്ങൾ ഹരിയാനയിൽ സംഭവിച്ചു എന്നത് സത്യമാണ്. എങ്കിലും കർഷകരുടെ മണ്ണിൽ കോൺഗ്രസിന്റെ കരം പിടിച്ച് കോൺഗ്രസ് സഖ്യത്തോടൊപ്പം മത്സരിച്ച ഭിവാനി മണ്ഡലത്തിൽ ഓം പ്രകാശ് CPIM സ്ഥാനാർത്ഥി ചുറ്റികാരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ട് തേടിയ ഓം പ്രകാശ് ഭിവാനി മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത ഇടതു കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ പകരുന്നതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കൈപിടിച്ച് ആണ് മത്സരിച്ചതെങ്കിലും ഭിവാനി മണ്ഡലത്തിൽ ഓം പ്രകാശ് ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത ഇടതു കേന്ദ്രങ്ങളിൽ വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ്. അതോടൊപ്പം യൂസഫ് തരിഗാമി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജമ്മു കാശ്മീരിൽ അദ്ദേഹം MLA ആണ്, പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. ഒരുപക്ഷെ ഇത്തവണ സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തെ തുടർന്ന് PB സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ സെക്രട്ടറിയായി അടക്കം പരിഗണിക്കുന്ന വ്യക്തിയാണ് യൂസഫ് തരിഗാമി. കാശ്മീരിലെ വിഘടനവാദ രാഷ്ട്രീയത്തിനെതിരെ BJP-യുടെയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെയും മതരാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് തരിഗാമി. ആ തരിഗാമി ജമ്മു കാശ്മീരിൽ ലീഡ് ചെയ്യുന്നു എന്നത് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം പകരുന്ന ഒരു വാർത്ത കൂടിയാണ്. കാശ്മീരിൽ നിന്നും ഹരിയാനയിൽ നിന്നും കടന്നു വരുന്നതെന്ന് നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. അതുല്യ, തീർച്ചയായും ജനാധിപത്യത്തിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും തിരിച്ചുവരവാണ് ഇപ്പോൾ ഹരിയാനയിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി വന്നിരുന്ന ഒരു സാഫ്രോൺ കാവി വസന്തം എന്നെല്ലാം നമ്മൾ ഓമനപ്പേരിട്ട് വിളിച്ചിരുന്ന ആ ഒരു സാഫ്രോൺ സ്പ്രിംഗ് അല്ലെങ്കിൽ കാവി വസന്തത്തിന് ഒരു ചെറിയ രീതിയിൽ ഒരറ്റത്ത് നിന്നെങ്കിലും ഇപ്പോൾ ഒരു തിരിച്ചടി വന്നു തുടങ്ങുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലായാലും ഇപ്പോൾ അതിൻ്റെ ആ ഒരു ഹാങ് ഓവർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തരംഗങ്ങൾ മാറുന്നതിന് മുൻപേ നടന്ന ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലസൂചനകളിൽ നിന്നും ലഭിക്കുന്നത് ഹരിയാനയിലൂടെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചു വരിക തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ലീഡ് നില 71-15 തന്നെ തുടരുകയാണ്. എന്നാൽ കോൺഗ്രസ്
കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ജമ്മു കശ്മീരിൽ 42 സീറ്റുകളിലേക്ക് ലീഡ് ഉയർത്തിയിട്ടുണ്ട്. BJP 33 സീറ്റുകളിലേക്കും PDP 5 സീറ്റുകൾ എന്ന നിലയിലേക്ക് താഴുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതേസമയം നമ്മൾ നേരത്തെ ഇത്രയും നേരം സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് പാർട്ടികൾ, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അടക്കമുള്ള മറ്റ് പാർട്ടികളുടെ ലീഡ് നില 12 ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നടന്ന ഈ 2 തിരഞ്ഞെടുപ്പുകളിലൂടെ ജമ്മു കശ്മീർ ആയാലും ഹരിയാന ആയാലും ഈ നടന്ന തിരഞ്ഞെടുപ്പുകളിലൂടെ ജനാധിപത്യത്തിന്റെ ഉത്സവത്തെ വിജയമാക്കി മാറ്റുക എന്ന് മോദി ട്വിറ്ററിൽ കുറിച്ചപ്പോൾ അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ജനാധിപത്യത്തിന്റെ ഇത്ര ശക്തമായ ഒരു തിരിച്ചുവരവ് ഹരിയാനയിലൂടെ, കോൺഗ്രസിലൂടെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുമെന്ന് അദ്ദേഹം അന്ന് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഇപ്പോൾ ജമ്മു കശ്മീരിൽ BJPയുടെ ലീഡ് 28ലേക്ക് താഴ്ന്നിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യമാകട്ടെ 41 സീറ്റുകളിൽ കൃത്യമായി തന്നെ ലീഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞു പോകേണ്ട മറ്റൊന്നാണ്, നാഷണൽ കോൺഫറൻസിന്റെ അധ്യക്ഷനും അതുപോലെ തന്നെ മുൻ മന്ത്രിയുമായിരുന്ന ഒമർ അബ്ദുള്ള 2 മണ്ഡലങ്ങളിൽ നിന്നാണ് ജനവിധി തേടിയത്. ഒന്ന് ഗന്ദർബാൽ, മറ്റൊന്ന് ബുൽഗാം. ഈ ബുദ്ഗാമിലും ഗന്ദർബാലിലും 2 മണ്ഡലങ്ങളിലും ഒമർ അബ്ദുള്ള തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയത് മുതൽ ഈ നിമിഷം വരെ ലീഡ് ചെയ്യുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും പിന്നിലേക്ക് പോകാതെ, അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും ആ ലീഡ് നിലയിൽ ഒരു താഴ്ച വരുത്താതെ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി ഒമർ അബ്ദുള്ള നാഷണൽ കോൺഫറൻസിനെ നയിക്കാൻ ശക്തിയുള്ള, അല്ലെങ്കിൽ ഈ ഒരു സഖ്യത്തെ തന്നെ നയിക്കാൻ ശക്തിയുള്ള ഒമർ അബ്ദുള്ള ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുന്ന 2 മണ്ഡലങ്ങളിലും ഒരേപോലെ ലീഡ് ചെയ്യുകയാണ്. കശ്മീരിലെ ആ ഒരു രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം BJP കൊണ്ടുവന്ന ആ ഒരു തീവ്ര ദേശീയതയെ പ്രതിരോധിക്കാൻ നാഷണൽ കോൺഫറൻസ് പോലുള്ള ഒരു പാർട്ടിയുടെയും അതിൻ്റെ അധ്യക്ഷൻ്റെയും പങ്ക് വളരെ വലുത് തന്നെയാണ്. ആ ഒരു തീവ്ര ദേശീയത, തീവ്ര ഹിന്ദുത്വത എന്നുള്ള ആ 2 പൊളിറ്റിക്കൽ അജണ്ടകളെ, അല്ലെങ്കിൽ ആ 2 പ്രൊപ്പഗാൻഡകളെ കൃത്യമായി പ്രതിരോധിക്കാൻ നാഷണൽ കോൺഫറൻസിനും ഒമർ അബ്ദുള്ളയ്ക്കും സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും അതിൻ്റെ ആ ഒരു അലയൊലി തന്നെയാണ് ഇപ്പോൾ 2 മണ്ഡലങ്ങളിലും അദ്ദേഹം വ്യക്തമായി ലീഡ് ചെയ്യുന്നു എന്നുള്ളതിൽ നിന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായും മഹാഭാരതത്തിൽ ധർമ്മയുദ്ധം നടന്നെന്ന് അവകാശപ്പെടുന്ന കുരുക്ഷേത്ര, കോൺഗ്രസിന് കഴിഞ്ഞ അടിപതറിയ ജില്ലയാണ് കുരുക്ഷേത്ര. BJP ക്ലീൻ വാഷ് ഔട്ട് ചെയ്ത, കോൺഗ്രസിനെ ചിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കിയ കുരുക്ഷേത്രയിലെ 3 മണ്ഡലത്തിലും കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. ഈ ധർമ്മയുദ്ധത്തിൽ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തു. ആ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ കോൺഗ്രസിന് അനുകൂലമായി ആ ഉത്സവത്തിൽ കോൺഗ്രസിന്റെ കൊടി ഉയർന്നിരിക്കുന്നു, അല്ലെങ്കിൽ കൊടിയേറ്റം കോൺഗ്രസ് നടത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാശ്മീരിൽ നിന്ന് പുറത്തു വരുന്ന സുപ്രധാനമായ വാർത്ത, സ്വതന്ത്രരെയും കശ്മീരിൽ ഇപ്പോൾ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം മാജിക് നമ്പറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം ലഭിക്കാൻ വേണ്ട ആ ഒരു സംഖ്യയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 44 സീറ്റ് കടന്നിരിക്കുന്നു കോൺഗ്രസിന്റെയും നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന്റെയും ഭൂരിപക്ഷം. ജമ്മു കശ്മീരിൽ BJP 34ലേക്കും 33ലേക്കും താഴുമ്പോൾ 44 സീറ്റുകൾ കടന്നുകൊണ്ട് 46 എന്ന ആ കേവല ഭൂരിപക്ഷം മറികടക്കാനുള്ള ഒരു സംഖ്യയിലേക്ക് ജമ്മു കശ്മീരിലും നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ PDPയുമായ ഒരു സഖ്യം, അല്ലെങ്കിൽ PDPയുമായുള്ള സഖ്യ ചർച്ചകൾ, അതിനൊരു അനുകൂലമായ പ്രതികരണം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം ആ ചർച്ചകളിൽ നിന്ന് വരികയാണെങ്കിൽ PDPയുമായി ചേർന്ന് ഇപ്പോൾ തന്നെ കേവല ഭൂരിപക്ഷം കടക്കാൻ നാഷണൽ കോൺഫറൻസ് മറ്റൊരു സാധ്യതയില്ല. PDPക്ക് രാഷ്ട്രീയപരമായി നിലനിൽക്കണമെങ്കിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തോടൊപ്പം നിൽക്കുകയല്ലാതെ മറ്റൊരു ഓപ്ഷൻ PDPക്ക് മുന്നില്ല. സ്വാഭാവികമായും PDPക്ക് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തോടൊപ്പം ചേരേണ്ടി വരും, അല്ലെങ്കിൽ PDP എന്ന രാഷ്ട്രീയ പാർട്ടി ഇതോടെ അസ്തമിക്കും. എന്തായാലും നിർണായകമായ നീക്കം BJPയും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത. സ്വതന്ത്രരെ കൂടി കൂട്ടുപിടിച്ച സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമം BJP നടത്തുമ്പോൾ PDPയെ മാത്രം ചേർത്ത് നിർത്തിക്കൊണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമം കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ആരംഭിച്ചിട്ടുണ്ട്. PDP നേരത്തെ കോൺഗ്രസിനോടൊപ്പം കൂട്ടുചേർന്ന പാരമ്പര്യമുണ്ട്. അവർക്ക് കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനൊപ്പം ചേരാൻ മറ്റ് തടസ്സങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ PDPക്ക് രാഷ്ട്രീയപരമായി ഇനി നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തോടൊപ്പം ചേരണം. അത് തന്നെയായിരിക്കും കാശ്മീരിൽ സംഭവിക്കാൻ പോകുന്നത്. ഹരിയാനയിൽ കോൺഗ്രസ് കൊടുങ്കാറ്റിൽ നരേന്ദ്രമോദിയും BJPയും ആടി ഉലഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് കൊടുങ്കാറ്റിൽ BJP കടപുഴകിയിരിക്കുന്നു. നേരത്തെ കുരുക്ഷേത്ര, നമുക്കറിയാം ക്ഷേത്രങ്ങളുടെ നഗരിയാണ് കുരുക്ഷേത്ര. മഹാഭാരതത്തിലെ ധർമ്മയുദ്ധം നടന്ന കുരുക്ഷേത്ര ഉൾപ്പെടുന്ന മേഖലകളിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് അപ്രസക്തമായിരുന്നെങ്കിൽ കുരുക്ഷേത്ര മേഖലയിൽ കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവ് ലഭ്യമാകുന്ന വിവരമനുസരിച്ച്
റോത്തക്ക് മേഖലയിൽ മാത്രമാണ് BJPക്ക് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ഈ ധർമ്മയുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന് അല്പസമയത്തിനകം തന്നെ നമുക്ക് ഒരു കൃത്യമായ വിവരം അറിയാം. ട്രെൻഡ് കോൺഗ്രസിന് അനുകൂലമായ ട്രെൻഡ്, 2 സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ട്രെൻഡ്. കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രചരണങ്ങൾ, വികസന തന്ത്രങ്ങൾ ഈ 2 സംസ്ഥാനങ്ങളിലും ഏശിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പ്രചരണം നയിച്ച ഹരിയാനയിൽ BJPക്ക് അടിപതറിയിരിക്കുന്നു. 3ാം തവണയും അധികാരമെന്ന BJPയുടെ സ്വപ്നം ഹരിയാനയിൽ ഇല്ലാതായിരിക്കുന്നു. ഭൂപീന്ദർ സിംഗ് ഹൂഡ 3ാം വട്ടം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡ ഹരിയാനയിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി 3ാം വട്ടം സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഒരു നേരിയ സംശയമുള്ളത് ജമ്മു കാശ്മീരിൽ മാത്രമാണ്. കേവല ഭൂരിപക്ഷം പിന്നിടാൻ 2 സീറ്റുകൾ മാത്രമാണ് ഇനി കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് ആവശ്യം. 44 സീറ്റിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും 29 സീറ്റിൽ BJPയും 5 സീറ്റിൽ PDPയും 12 സീറ്റിൽ മറ്റുള്ളവരും മുന്നേറുകയാണ്. ഹരിയാനയിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷം പിന്നിട്ട് കഴിഞ്ഞോ? ഹരിയാനയിൽ ഇനി എത്ര സീറ്റ് കോൺഗ്രസ് നേടും എന്ന് മാത്രമാണ് അറിയാനുള്ളത്. തീർച്ചയായും ലാസർ ജേട്ടൻ നമ്മുടെ ബ്രോക്കർ